പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണെന്ത്? ഖബറിൽ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട് എന്ന്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു ചങ്ങായി ഒരു റൂമെന്നൊരു പ്രസംഗം നടത്തിയിട്ട് ഹുതുബയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുത്തൻ തനി പഴച്ച ഒരു ജൂതന്റെ ഏജന്റ് എന്ന് പറയാം. മരിച്ചു കഴിഞ്ഞാൽ കബറിലങ്ങ് പോയി കിടന്നാൽ പിന്നെ വരുന്നു, മുങ്കണ്ണയ്ക്ക് വരുന്നു, ചോദ്യം ചോദിക്കുന്നു, ആകപ്പാടെ ഇടുക്കിയിട്ട് വാരിയിലൊക്കെ ഇങ്ങനെ പുറത്തു പോകുന്നു, എന്നിട്ട് ആകപ്പാടെ പ്രശ്നം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഖബർ ശിക്ഷ എന്നൊന്നുണ്ടോ? ഖുർആനികമായിട്ടുണ്ടോ? ഞാൻ ഖുർആനികമായിട്ടാണ് ചോദിക്കുന്നത്. ഖുർആനിൽ ഖബർ ശിക്ഷയെക്കുറിച്ച് ഒരു വർത്തമാനമില്ല, എവിടെയും പറഞ്ഞു. കുറേ ആളുകൾ നമുക്കത് ഇങ്ങനെ അയച്ചു തന്നു. ഖബർ ശിക്ഷ അല്ല എന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു മൗലവി ഖുത്ബ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ശരിയാണോ? അതിനാ കേട്ട് പഠിച്ചോളി. വിഷയം പറയുമ്പോൾ കേൾക്കൂല, അപ്പം പറയും എന്താ ഇതൊക്കെ ഇത്ര കേൾക്കാനുള്ളതെന്ന് പറയും. പ്രശ്നം വരുമ്പോൾ ചോദിച്ചിട്ട് പറയും ഈസ് ഇറ്റ് ട്രൂ? ഇത് ശരിയാണോ? ഇതിന് വല്ല മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ മറുപടി അറിയാൻ കഴിയണം. ഇത് വേറെ ആരുടെയും ഇങ്ങനെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ പഠിക്കണം. ഇത് നമ്മളെ അഖീദയാണ്. ഖബറിൽ ശിക്ഷ ഉണ്ടോ, രക്ഷ ഉണ്ടോ? ഇത് അള്ളാഹിന്റെ ഖുർആൻ പറയുന്നതാണ്, ഹദീസുകളിൽ വ്യക്തമാണ്. എന്നിട്ട് അയാൾ പറയാണ് ഖുർആനിലുള്ള അത് പറയേണ്ടത്, ഖബറിൽ ശിക്ഷ ഉണ്ടെങ്കിൽ അത് ഖുർആൻ പറയണ്ടേ? ഖുർആനിലുണ്ടല്ലോ, ഖുർആനിൽ ഏതല്ലാത്ത ആ തത്വം തന്നെ തെറ്റാണ്. ഒന്നാമതായി എന്തിനും ഖുർആൻ തന്നെ വേണമെന്നുണ്ടോ? അങ്ങനെ ഒരു മുസ്ലിമിന് പറയാനേ പറ്റൂല. കാരണം എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമല്ല, അതോടൊപ്പം എന്തുകൂടിയാണ്? ഹദീസുമാണ്. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന് ഖുർആൻ പറയില്ലേ? അള്ളാഹിന്റെ റസൂലിന്റെ ദൗത്യം എന്താണ്? ജനങ്ങൾക്ക് അൽ കിതാബാകുന്ന ഖുർആൻ പഠിപ്പിക്കുന്നു, വൽ ഹിക്മ ഹദീസുകളാകുന്ന അൽ ഹിക്മയും പഠിപ്പിക്കുന്നു എന്നാണ്. അതിനാ അള്ളാഹിന്റെ റസൂൽ വന്നത്. ഒരിക്കൽ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഈ സ്ത്രീകളുടെ ചില സൗന്ദര്യ വർദ്ധക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുരികം പ്ലക്ക് ചെയ്യുന്നതും അതേപോലെയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നിഷിദ്ധമാണെന്ന് ഹദീസുകളിൽ കണ്ടപ്പോൾ പലരും പോയിട്ട് ചോദിച്ചു, ഇതൊന്നും ഞങ്ങൾ ഓതുന്ന ഖുർആനിലില്ലല്ലോ. അപ്പം അതിന് കൊടുത്ത മറുപടി എന്താ അറിയാം? ആര് പറഞ്ഞു ഖുർആനിലില്ലാന്ന്? ഖുർആനിലുണ്ട്. അപ്പം എവിടെയാണ് അതെന്ന് ചോദിച്ചു. ഓതും പോലെ ഓത് ഖുർആൻ, എന്നാൽ അതിൽ ഇതൊക്കെ കാണാം. എന്നിട്ട് ഓതിക്കൊടുത്ത ആയത്തേതാ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണ് ആയത്തിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. അവിടുന്ന് എന്തൊക്കെ നിങ്ങളോട് വിലക്കിയിട്ടുണ്ടോ അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യണം. അതിലെല്ലാം വിട്ടില്ലേ? അതന്നെയാണ് ഇതിൽ തെളിവ്. അപ്പൊ ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. രാത്രിയിൽ നമ്മൾ എഴുന്നേറ്റിട്ട് പറയുന്ന ദിക്റുകളിൽ വരെയുണ്ട്, അദാബുൽ ഖബരി ഹഖ്ഖുൻ വൽ മീസാനു ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ എന്നൊക്കെ കുറെ ഹഖ്ഖുൻ ഹഖ്ഖുൻ എന്ന് പറയുന്ന ഒരു ദുആ കേട്ടിട്ടില്ലേ? അതില് അദാബുൽ ഖബരി ഹഖ്ഖുൻ, അദാബുൽ ഖബർ ഹഖാണ്, ഖബറിലെ ശിക്ഷ ഹഖാണ്, സത്യാണ്. ഈ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അവർക്ക് നിസ്കരിക്കാൻ കഴിയുമോ? കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർളാവട്ടെ നഫിലാകട്ടെ ഏത് സുന്നത്താവട്ടെ സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കാൻ നമ്മളോട് പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി. തഹിയ്യാത്തിന്റെ അവസാനം നമ്മളൊക്കെ അത് പറയുന്നുണ്ട്. ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നബി തങ്ങളുടെ നിർദ്ദേശമാണത്. നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കണേ. പിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി, ഫിത്നത്തുൽ മമാത്ത് എന്നുള്ളിടത്ത് മരണവും മരണാനന്തരം ഖബറിലെ ശിക്ഷയാണ് എന്ന് വിശദീകരിക്കപ്പെടുകയാണ്. മരണനേരത്ത് എന്തിനാ ഖബറിലേക്ക് എത്തുന്നത്? ഇവർ പാക പറയുന്നത് എന്താണ്? എന്നിട്ട് പാരനെയും ഖബറിൽ വെച്ചിട്ട് ഇടിടിയും കുത്തിൻ്റെ അടയാളമൊന്നും കാണില്ലല്ലോ. അങ്ങനെ ഹദീസിൽ വളരെ വ്യക്തമാണല്ലോ. മലക്കുകൾ അതിഘോരമായ നിലക്കുള്ള മിളറബകൾ, മിത്രക്ക്, ഹാമർ, ഇരുമ്പിന്റെ ഹാമർ ഉണ്ടാകും അവരുടെ കയ്യിൽ. അതുകൊണ്ട് മനുഷ്യന്റെ ഇരു ചെവികൾക്കിടയിൽ അടിക്കും. ആ അടിയോടുകൂടി അവൻ ഭൂമിയിലേക്ക് 70ഓളം ആഴത്തിൽ മുഴത്തിൽ അവൻ താഴും. അത്ര ശക്തമായ അടിയാണ് ഖബറിൽ കാഫിറിന് ഫാസിഖിന് കിട്ടുക. പൊങ്ങി വരുമ്പോഴേക്ക് വീണ്ടും അടി. അവന്റെ അട്ടഹാസം മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ളവരൊക്കെ കേൾക്കും എന്നാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ഖബറിലെ ശിക്ഷയെക്കുറിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞു. ഒരിക്കൽ മദീനത്ത് കൂടെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പോവാണ്, തൻ്റെ കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യാണ്. മദീനയുടെ ഒരു ഈത്തപ്പനത്തോട്ടത്തിന്റെ സമീപത്ത് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ശബ്ദങ്ങളും അട്ടഹാസങ്ങളും കേൾക്കുകയാണ്. നബി യാത്ര അവിടെ നിർത്തിയിട്ട് കൂടെയുണ്ടവരോട് ചോദിച്ചു. അപ്പൊ നോക്കുമ്പോൾ ആ പറമ്പിൽ കുറെ ഖബറുകൾ കാണാണ്ട്, ആ പറമ്പിൽ കുറെ ഖബറുകൾ കാണുന്നുണ്ട്. അന്നേരം അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇതൊക്കെ ആരുടെ ഖബറുകളാ? അവരൊക്കെ എന്ന് മരിച്ചതാ നിങ്ങൾക്ക് അറിയോ? അപ്പൊ സഹാബിമാര് പറഞ്ഞു കൊടുത്തു, അവരൊക്കെ മുശ്രിക്കുകളായി മരണപ്പെട്ടവരാണ് എന്നിങ്ങനെ പറഞ്ഞു. മാത്രമല്ല അള്ളാന്റെ റസൂൽ പറയാണ്, അവിടെ അവർക്ക് കിട്ടുന്ന അദാബിന്റെ ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുമായിരുന്നു. ഞാനത് കേൾപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ഖബറിൽ ഇറങ്ങാൻ പേടി തോന്നും, നിങ്ങൾക്ക് ഇനി മയ്യത്ത് മറമാടാൻ കഴിയൂല. എല്ലായിരുന്നുവെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ അള്ളഹാനോട് പറയുമായിരുന്നു. അത്ര കടുത്ത ശിക്ഷയാണ് എവിടെ വരാൻ പോകുന്നത്? ഖബറിൽ വരാൻ പോകുന്നത്. ഇനി ഖുർആൻ തന്നെ തെളിവല്ലേ? എന്തിനാ പിന്നെ ഖബറിലെത്തുന്നത് എന്തിനാ? അപ്പൊ ഇവർ പറയണത് ഇത് കാണുന്നില്ല എന്നല്ലേ?
എത്ര നേരം ഇങ്ങനെ മയ്യത്തിനെ തുറന്നു വെച്ചാലും ഒന്നും കാണുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർ ഖുർആനിലെ ഒരുപാട് ആയത്ത് നിഷേധിക്കേണ്ടി വരും. ഈ ഖബർ ശിക്ഷ നിഷേധിക്കുന്ന ആളുകൾ ഖുർആനിൽ ഒരുപാട് ആയത്ത് നിഷേധിക്കേണ്ടി വരും. എന്താ കാരണം? മരണത്തിൻ്റെ മലക്ക് കാഫിറുകളെ സമീപിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. മലക്കുകൾ ആ മനുഷ്യന്റെ മുഖത്തും അവന്റെ പുറഭാഗങ്ങളിലും ശക്തമായി അടിക്കും. എന്നിട്ട് പറയും, ഇറക്കടാ എൻ്റെ റൂഹിനെ പുറത്തേക്ക്. കാരണം കാഫിറിൻ്റെ തെമ്മാടിയുടെ റൂഹ് പുറത്തേക്ക് വരാൻ കൂട്ടാക്കൂല എന്നാണ്. പിടിച്ചു വലിക്കും. ഏതുപോലെ നനഞ്ഞ പഞ്ഞിക്കെട്ടുകൾക്കിടയിൽ നിന്ന് 4 ഭാഗത്തേക്കും കൂർത്തു മൂർത്ത ഇഴകളുള്ള കമ്പുകളുള്ള ഇരുമ്പിൻ്റെ ദണ്ട് വലിച്ചെടുക്കും പോലെ. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ ഉപമ? നിങ്ങൾ ആ ഉപമയൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്താണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു തരുന്നത്? ഒരു ഇരുമ്പിൻ്റെ ദണ്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. സാധാ ദണ്ടല്ല, അയിമക്ക അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എന്തുണ്ട്? കൊളുത്തുകളുണ്ട്. ആ സാധനം ഒരു പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിലേക്കാണ് വെച്ചു എന്ന് സങ്കല്പിക്കും. പഞ്ഞിക്കെട്ടിന് 4 ഭാഗവും പഞ്ഞിക്കെട്ടിൽ വെള്ളമാണ് ഒഴിച്ചു. ഇനി ആ ദണ്ട് കിട്ട് വലിച്ചാൽ അത് കിട്ടുമോ? കിട്ടും. എങ്ങനെ? അതിൻ്റെ പഞ്ഞിയും എല്ലാം കൂടി കീറിപ്പറിഞ്ഞു അതിശക്തരും മല്ലരുമായ ആൾക്കാർ വലിച്ചാലേ പോരുള്ളൂ. ആ ദണ്ട്, ഇരുമ്പിൻ്റെ ദണ്ട് ആ പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വലിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ ഇതേപോലെ ആയിരിക്കും കാഫിറിൻ്റെ റൂഹ് മലക്കുകൾ കൊണ്ടുപോകാൻ, പുറത്തേക്ക് വരാൻ കൂട്ടാക്കൂലാന്ന്. അപ്പോഴാണ് അടിച്ചിട്ട് വൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ പൃഷ്ഠഭാഗങ്ങളിലേക്കും അവരുടെ മുഖങ്ങളിലേക്കും മലക്കുകൾ തുരുതുരാ അടിക്കും. അടിച്ചിട്ട് പറയും, മഖ്രിജൂ അൻഫുസക്കും, ഇറക്കിക്കൊണ്ടടാ നിന്റെ ആത്മാവിനെ. അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി, ഇന്നത്തെ ദിവസം നിന്ദ്യമായ ശിക്ഷ ആസ്വദിക്കടാ. ഇതൊക്കെ ആ മനുഷ്യൻ കേൾക്കുന്നുണ്ട്. അടി ആ മനുഷ്യന് അനുഭവപ്പെടുന്നുണ്ട്. ഏത് കാഫിർ മരിക്കുകയാണ് നമ്മൾ പോയി ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് കാണുമോ? അയാളിത് അനുഭവിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. മലക്കുകളെ അയാൾ കാണുന്നുണ്ട്, മലക്കുകളുടെ ശബ്ദം അയാൾ കേൾക്കുന്നുണ്ട്, ആക്രോശം കേൾക്കുന്നുണ്ട്, അടി അയാളുടെ ശരീരത്തിൽ കൊള്ളുന്നുണ്ട്, അയാൾ അട്ടഹസിക്കുന്നുണ്ട്, അയാൾ നിലവിളിക്കുന്നുണ്ട്, അയാളോട് ആ സമയത്ത് മലക്കുകൾ വീണ്ടും ഭീഷണിയുടെ ശബ്ദം ഉയർത്തുന്നുണ്ട്. ഇതൊന്നും ഒരു മരണം ആസന്നമായി കിടക്കുന്ന, മരണ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെമ്മാടിയുടെ ചുറ്റും കൂടി നിൽക്കുന്ന നമുക്കൊന്നും കാണാൻ കഴിയൂല. ഉറപ്പല്ലേ? കാണാൻ കഴിയോ? കാണാൻ കഴിയില്ല. എന്നാ പിന്നെ ഈ നിഷേധികൾ എന്തും പറയണം? അതും വെറുതെയാണ് എന്ന് പറയണം. ആ ആയത്ത് പറഞ്ഞതും വെറുതെയാണ്, കാരണം ഞങ്ങൾ കാണില്ലല്ലോ. ഇതൊക്കെ മനുഷ്യന് അവന് മനസ്സിലാക്കാവുന്ന വിധത്തിലും അവന് മനസ്സിലാക്കാവുന്ന രൂപത്തിലൊക്കെ ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ടോ ഉലമാക്കള് ഖബറിലെ ശിക്ഷയെപ്പറ്റി. ഇപ്പോൾ ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്നവനെ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ പല സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ആ മനുഷ്യൻ പല സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അയാൾ തന്നെ ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവും. എഴുന്നേറ്റിട്ട് അയാൾ തലയണ കൊണ്ടൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ തല്ലി അവസാനം അയാൾ അങ്ങനത്തെ ആ തലയണ തല വെച്ചിട്ട് അയാൾ ഉറങ്ങുന്നുണ്ടാവും. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ട് അയാളോട് ചോദിച്ചാൽ അയാൾക്കൊന്നും അറിയില്ല. അയാൾ പാമ്പിനെ കാണുകയാണ്, പാമ്പിനെ തല്ലിക്കൊന്ന് അയാൾ സുഖമായി കിടന്നുറങ്ങുകയാണ്. ഇതൊക്കെ ഉറക്കത്തില്ല. അയാൾക്ക് പാമ്പിൻ്റെ കടി ഏൽക്കുന്നുണ്ട്, അയാൾ അട്ടഹസിക്കുന്നുണ്ട്, ചാടി എണീക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. എന്തേന്ന് വെച്ചാൽ അയാൾ പലതും കാണുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ തൊട്ടടുത്തിപ്പുറത്ത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എടുക്കുന്നുണ്ട്, വല്ലതും കാണുന്നുണ്ടോ? അയാൾ സുഖം അനുഭവിക്കുന്നുണ്ട്, അയാൾ അട്ടഹസിക്കുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്, ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ സുഖവും ദുഃഖമൊക്കെ അയാൾ അനുഭവിക്കുന്നതിന് അടുത്ത് കിടക്കണോ കാണില്ല. ഇതേപോലെ ഖബറിൽ വെക്കപ്പെട്ട് കഴിയുന്ന മനുഷ്യന് നമ്മൾ അനുഭവിക്കാൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ലെങ്കിലും മരണനേരത്തും ഖബറിലുമൊക്കെ എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ശിക്ഷകളും അനുഭവപ്പെടുന്നുണ്ട്, രക്ഷയും അനുഭവപ്പെടുന്നുണ്ട്.